ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നൈറ്റി ബിറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുർത്തി ഡിസൈനാണ്. അപ്പോൾ ഈ ഡോട്ട് കാണുന്നത് നൈറ്റി ബിറ്റാണ്, 3 മീറ്റർ വരുന്നത്. കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ ഈ പച്ച കാണുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാൻറ്റിൻ്റെ പീസാണ്, തയ്ക്കാതെ വെച്ചത്. അപ്പോൾ ഇതിലെ ഡോട്ട്സിന് മാച്ചാകുന്ന രീതിയിലുള്ള ഒരു പീസ് എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ നൈറ്റി ബിറ്റിലുള്ള കളറിൻ്റെ മാച്ചായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് പീസ് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ കുർത്തിയുടെ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അധികമായിട്ട് എടുക്കാം. മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതുപോലെ താഴെ മടക്കി തയ്ക്കാൻ നമുക്ക് 1 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ അത് എടുക്കുക. ഞാനിവിടെ 41.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അവിടെ ഒരു വര വരച്ചു കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 41.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു ഫ്രണ്ട് സ്ലിറ്റ് കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് പീസായിട്ട് നേരത്തെയുള്ള ആ പച്ച കളർ കൊണ്ട് കുറച്ച് ഡിസൈൻസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ വീഡിയോ കുറച്ചൊന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശേഷം ഉള്ളതെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഓണായെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ, അപ്പോൾ അത് ഓഫായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അതിന് ശേഷം കട്ട് ചെയ്തതിൻ്റെ ആയാലും അളവുകൾ ഒരിക്കലും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈയുടെ ഭാഗം മാറ്റി വെക്കാം. ഈ ഭാഗത്ത് നിന്നും നമുക്ക് ബാക്കിയുള്ള അളവുകൾ അടയാളപ്പെടുത്താം. ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ 15 വരുന്നത്. അതിൻ്റെ 2/1 ഭാഗം 7.5 ഇഞ്ച് നേർപകുതിയായിട്ട് എടുക്കുക. അപ്പോൾ 7.5 ഇഞ്ച് വരും. അതുപോലെ താഴത്തേക്ക് ആം ഹോൾ ഞാനൊരു 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചെസ്റ്റ് വരുന്നത് 44. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 11. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടി 12 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് വീഡിയോ കട്ടായി പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കട്ട് ചെയ്ത പീസിന് ഞാൻ ഒന്നും കൂടി എല്ലാ അളവുകളും കൂടി പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫുൾ ലെങ്ത്ത് എടുത്തത് 41.5 ഇഞ്ചാണ്. അതുപോലെ ഷോൾഡർ എടുത്തത് 7.5 ഇഞ്ചാണ്. അത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഭാഗമാണ് കട്ടായി പോയത്. എല്ലാവരും ക്ഷമിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ അളവുകളും കൊടുക്കാം. അപ്പോൾ ഷോൾഡർ 7.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ആം ഹോൾ 8. ബാക്കി നെക്കിൻ്റെ ഭാഗമാണ് പറയാനുള്ളത് ഇനി. അപ്പോൾ ചെസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 11 + 1 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ട് 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ലൈൻ അവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 15 ഇഞ്ചിലാണ് വേസ്റ്റ് ലൈൻ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്കൊരു 10 ഇഞ്ച് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, അതായത് വേസ്റ്റിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് 10ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള താഴോട്ടേക്ക് വരുന്നത് എ ലൈൻ കട്ടാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കോണായിട്ട് അതിൻ്റെ തുണിയുടെ അറ്റം വരെ ഇങ്ങനെ നേരെ ഒരു വര, അതായത് ഇങ്ങനെ ചെരിച്ച് എ ലൈൻ രീതിയിലൊരു വര വരച്ചാൽ മതി. നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചും, അതുപോലെ ബാക്ക് നെക്ക് 4 ഇഞ്ചും, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിങ്ങനെ വീഡിയോ കട്ടായി പോയതുകൊണ്ടാണ്. ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്പിലാണ് വരച്ചിട്ടുള്ളത്, ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിലാണ്. അപ്പം ആം ഹോളിൻ്റെ അവിടെ പകുതിയിൽ നിന്നും, അതായത് 4 ഇഞ്ചിൽ നിന്നും ഒരു 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു കോർണറിൽ നിന്നും 1.5 ഇഞ്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേവ് വരച്ചു കൊടുക്കണം. അങ്ങനെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ബാക്ക് നെക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 തുണി ഒരുമിച്ചായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഭാഗം, അതായത് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള വി കട്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിലുള്ള ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ചെറിയൊരു വി, അതായത് കറക്റ്റ് അങ്ങനെ പോയിൻറ്റഡ് ആയിട്ടൊരു വി അല്ല, ഒരു യു പോലത്തെ വി ഷേപ്പാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് നടുക്ക് വെച്ചൊരു കട്ട് കൊടുക്കണം. അത് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം. ഇനി ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പീസിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഞാനിവിടെ ഒരു 13 ഇഞ്ചാണ് എടുക്കുന്നത്. 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നീളം എടുക്കുന്നത്, അതായത് ആം ഹോളിൻ്റെ എത്രയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ആം ഹോൾ ഏകദേശം ഒരു 8 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഇഞ്ച് അധികം കൊടുത്തിട്ട് വേണം നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി. അതായത് ബിഗിനേഴ്സിനൊക്കെ ഈ മെത്തേഡാണ് യൂസ്ഫുൾ. അതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ തയ്ച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു അളവിൽ ഇങ്ങനെ എടുത്താൽ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ 8 ഇഞ്ചാണ് കൊടുത്തത്.
അപ്പോൾ ഒരു 3 ഇഞ്ച് 2-3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ആ നീളത്തിൽ വേണം നമ്മൾ കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. 3 ഇഞ്ച് കൊടുത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 3 ഇഞ്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു 11 എടുക്കുന്നത്. 8ൻ്റെ കൂടെ 3 കൂട്ടിയിട്ട് 11 എടുത്തതിന് ശേഷം ഒരു ബോക്സാക്കി വരച്ചു. ഇങ്ങനെ ഒരു ബോക്സാക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും അടയാളപ്പെടുത്തിയിട്ട് ഒരു ബോക്സായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് സ്ലീവ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ഈസി മെത്തേഡാണ്. സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈസിയാണ്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇപ്പുറത്തോട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കേവ് വരച്ചെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. ഈ പീസൊന്നും കളയണ്ട. നമുക്ക് ഫ്രണ്ട് സ്ലിറ്റ് കുർത്തിയാണല്ലോ, അപ്പോൾ അതിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് വേറെ പീസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും കളയാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം താഴെ ഭാഗത്ത്. അതായത് മടക്കില്ലാത്ത വശത്ത് നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇപ്പുറം മടക്കില്ല വശം. അവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം. എന്നിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം. അപ്പം സ്ലീവിൻ്റെ കറക്റ്റായിട്ട് വരും. അതിനുശേഷം ഈ സൈഡിൽ നമ്മുടെ കൈ വണ്ണം, അതായത് നമ്മൾ 13 ഇഞ്ചിലാണ് കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത്. ആ ഇടത്തെ ചുറ്റുള്ള വണ്ണം ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ഇഞ്ച് സീം എലമെൻസും കൂടി കൊടുക്കും. എന്നിട്ട് ആ 2 വരകളും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട്ലിറ്റ് കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പിൽ ഒരു ഭാഗത്ത് ഇതേ പീസ് കൊണ്ടും മറുഭാഗത്ത് ആ ഗ്രീൻ കൊണ്ടുമാണ് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ മടക്കി തയ്ക്കുമല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് എടുക്കുന്നത്. അപ്പോൾ ഇതുമായി ഇനി വേണ്ടത് ഫ്രണ്ടിൽ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീളത്തിൽ 2-3 പീസുകളാണ് വേണ്ടത്. അതിൽ ഒരു പീസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു 3 ഇഞ്ച് വീതിക്കുള്ള ഒരു പീസാണ്. അതുപോലെ ഇതൊരു 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ്. നീളം എന്ന് ഞാൻ പറഞ്ഞത് അത് നമ്മൾ ഏകദേശം എടുക്കുക, ബാക്കി വന്ന് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഈ പീസ് വരുന്നത് നമ്മുടെ കുർത്തിയുടെ താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ലാസ്റ്റ് തയ്ക്കുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഈ ഫ്രണ്ട് പീസ് ഇവിടെ 2 കൃത്യം നടുവിൽ വെച്ച് 2 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പീസ് ഫസ്റ്റ് എടുക്കാം. അതായത് ഞാനിടുമ്പോൾ എൻ്റെ റൈറ്റാണ് ഉദ്ദേശിച്ചത്. റൈറ്റ് സൈഡിലുള്ള പീസാണ് ഫസ്റ്റ് തയ്ക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള പീസിന് നമ്മൾ ഇതേ തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ മടക്കി തയ്ക്കുന്നത്. ഉള്ളിലേക്ക് ഒരു ബട്ടൺ ബ്ലാക്കറ്റ് മാതിരി മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഈ 2 പീസുകളാണ് നമ്മളിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് റൈറ്റിൽ വരുന്ന പീസ് എടുക്കാം. ഇതിപ്പോൾ 2 എണ്ണമാണ്. അതുകൊണ്ട് ആ നീളത്തിൽ കണക്കായിട്ട് എത്താത്തതുകൊണ്ട് 2 പീസ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ അതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ അളവ് വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായ അളവെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഏകദേശം എടുത്തിട്ടുള്ളത്. താഴെ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വശങ്ങൾ അടുത്തടുത്ത് വരുന്ന രീതി, നല്ല വശങ്ങൾ ഇത് 2ൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് കയറ്റി വെക്കുക. ആ വീ കട്ടായതുകൊണ്ട് അത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആ പോയിന്റിൽ നിന്ന് കുറച്ചൊന്ന് കയറ്റി വെച്ചതിന് ശേഷം താഴെ വരെ തയ്ച്ച് അത് യോജിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നല്ല പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ തയ്യൽ, അതായത് തയ്യലിൻ്റെ ആ തുമ്പ് ഈ പീസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മളിതിങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ടോപ്പ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. അത് താഴെ വരെ കൊടുക്കണം. ആ തയ്യൽ തുമ്പ് ഈ നമ്മൾ എക്സ്ട്രാ വെച്ച പീസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ആ കൃത്യം മുഴുവനായിട്ടും, അതായത് നമ്മൾ തയ്യലിൻ്റെ അവിടെ നിന്നും കൃത്യമായിട്ട് ഉള്ളിലേക്ക് മടക്കുക. ഈ പീസ് പുറത്ത് കാണാൻ പാടില്ല. അതിൻ്റെ ആ തയ്യലിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കൃത്യമായി മടക്കിയതിന് ശേഷം 1 ഇഞ്ച് വണ്ണത്തിൽ വേണം തയ്ച്ചു കൊടുക്കാൻ. അതിൻ്റെ ഉള്ളിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ 1 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ താഴെ വരെ യോജിപ്പിക്കണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് ഇപ്പം നമ്മൾ 2 ഇഞ്ചുള്ളത് അടുത്തത് ഇവിടെ തയ്ച്ചപ്പോൾ 1/2 ഇഞ്ച് പോയിട്ടുണ്ടാവും, പിന്നെ 1.5 ഇഞ്ച് ബാക്കി ഉണ്ടാവുക. അതിൽ നിന്ന് 1/2 ഇഞ്ച് മടക്കി എടുക്കുമ്പോൾ 1 ഇഞ്ച് ബാക്കി ഉണ്ടാവും. ആ 1 ഇഞ്ച് വീതിയിൽ വേണം നമ്മൾ താഴെ വരെ തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ അത് റെഡിയായി. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ആ പീസിന് നമ്മൾ ഈ പച്ച കളർ കൊണ്ടാണ് നമ്മളിങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇതും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വേണം തയ്ക്കാൻ. ഇത് 3 ഇഞ്ചാണ് ടോട്ടൽ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് വരുമ്പോൾ ബാക്കി നമുക്ക് 2.5 ഇഞ്ച് കിട്ടും. ഇത് നേരത്തെ പോലെയല്ല, കുറച്ചൊന്ന് വ്യത്യാസമായിട്ട് പുറത്തേക്കൊന്ന് കടത്തിയിട്ട് വേണം മടക്കാൻ വേണ്ടി. അതായത് ഇങ്ങനെ മടക്കി 1 ഇഞ്ച് ഇങ്ങനെ കാണുന്ന വിധത്തിൽ മടക്കി അപ്പുറത്തോട്ട് മടക്കി 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആ ഭാഗത്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മുടെ നേരത്തെ തയ്യൽ തുമ്പിനെ കവർ ചെയ്യുന്ന വരുന്ന രീതിയിൽ, അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ കൃത്യമായി വെച്ചതിന് ശേഷം 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്യണം. എക്സ്ട്രാ കുറച്ചിങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വി കട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ വി കട്ട് ഒരുമാതിരി പരന്ന് പോയ പോലെ തോന്നും. ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ 2 പീസും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് മറ്റേ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ വി നെക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ കൃത്യമായി വെച്ച് കൊടുക്കണം. ആ പച്ച പുറത്ത് കാണാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി. പച്ച താഴെ ഭാഗത്ത് മാത്രമേ നമ്മൾ ആ സ്ലിറ്റ് വരുന്നതിന് ശേഷം മാത്രമേ പച്ച പുറത്ത് കാണുന്നുള്ളൂ. അപ്പം ഇങ്ങനെ തന്നെ കൃത്യമായി വെച്ച് കൊടുത്ത് അതിൻ്റെ അറ്റത്തോടെ തന്നെ കൃത്യമായിട്ട് തയ്ച്ചു കൊടുക്കുക. അതിനു മുമ്പ് ആ ഒരു പച്ചയും ഇപ്പുറത്തെ എക്സ്ട്രാ നീലയും വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ആ വി ഷേപ്പിന് കണക്കായി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴെ വരെ വെച്ചാൽ മുഴുവനായിട്ടല്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്ലിറ്റ് തുടങ്ങേണ്ടത് താഴത്തെ അവിടെ വരെ ഒരു പോയിൻ്റ് വരച്ചിട്ട് അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ താഴോട്ട് ഓപ്പണാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നെക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതായത് നെക്കിൻ്റെ ഭാഗത്ത് ഒരു പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതപ്പോൾ താഴെ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ വരെ നമ്മൾ പച്ച കാണാത്ത രീതിയിൽ തയ്ച്ചെടുത്തു. ഇവിടെ മാത്രം ആ പച്ച കാണും. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് വേണ്ടി ഈ പീസ് തന്നെ 2 കഷ്ണങ്ങൾ യോജിപ്പിച്ചെടുത്തിട്ട് അത് തന്നെ വെച്ചിട്ട് തയ്ച്ച് മറിച്ചിട്ട് അവിടെ ഹെം ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തതാണ്. ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്റ്റിഫായി നിൽക്കും. പക്ഷേ ഇത് നല്ല കട്ടിയിലെ തുണിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കഴുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഉള്ള ഭാഗം മുറിച്ച് കളയാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് കൃത്യമായിട്ടൊന്ന് മുറിച്ച് കളയണം. കൃത്യമായിട്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ നല്ല പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് തിരിച്ചിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യാം. ഞാനിപ്പോൾ അപ്പുറത്തെ വശത്തേക്ക് തിരിച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ വെച്ചിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് എക്സ്ട്രാ പീസ് വരും. അത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് പിന്നെ ഹെം ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ പീസൊന്ന് ആ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഇങ്ങനെ മടക്കി അതൊന്ന് ഹെം ചെയ്ത് കൊടുക്കാം. ഹെം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇടുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ഇതായി വരും. അപ്പോൾ ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കാം. അതിൽ കാണിക്കുന്നില്ല. ബാക്ക് പീസ് ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. ഇത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായി വെച്ചിട്ട് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. ഷോൾഡർ ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. സ്ലീവിന് ഞാനിവിടെ ആ ഒരു ഇതിൽ പച്ചക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ അറ്റത്തും ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു നീളത്തിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്, അതായത് സ്ലീവിൻ്റെ അടിഭാഗത്ത് ചീത്ത വശത്ത് വെച്ച് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. ചീത്ത വശത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് കൃത്യം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം ഇതും ഇപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തയ്യൽ വന്ന അവിടെ നിന്ന് തന്നെ ഒന്ന് മടക്കിയിട്ട് അതിങ്ങനെ കവർ ചെയ്തിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഏത് വീതിക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് വലിയ വീതിക്ക് വേണമെങ്കിൽ അത്രയ്ക്ക് തുണി എടുക്കുക. ഇതിപ്പോൾ 3/4 ഇഞ്ച് വീതിക്ക് വരുന്ന രീതിയിലാണ്, അതായത് കംപ്ലീറ്റ് ആകുമ്പോൾ 3/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതേപോലെ 2 കൈയും ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഷോൾഡറോട് യോജിപ്പിച്ചെടുക്കാം. അവിടെ ഇങ്ങനെ ഒരു നടുവിൽ കൃത്യം ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കട്ട് കൃത്യം ആ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൽ വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് 2 സൈഡിലേക്കും യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഷോൾഡറിനും കൈക്കൊക്കെ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ 2 സ്ലീവ്സും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്ലീവ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡൊന്ന് കൂട്ടി യോജിപ്പിക്കലാണ്. സൈഡ് അപ്പോൾ സ്ലിറ്റൊന്നും ഇല്ല, ലൈൻ കട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഒരേ സ്റ്റിച്ചാണ്, കൈ മുതൽ താഴെ വരെ ഒരേ സ്റ്റിച്ചാണ്. നമ്മളെല്ലായിടത്തും 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് അളവിൽ നമുക്ക് കൈയുടെ അറ്റത്ത് നിന്നും താഴെ വരെ കൃത്യമായി യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിക്കുമ്പോൾ ആ കൈക്കുഴിൻ്റെ അവിടെ ആ തയ്യലുകളൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുത്തിട്ട് യോജിപ്പിക്കാൻ. അങ്ങനെ നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ 2ആയിട്ട്, അതായത് 1/2 ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 1 ഇഞ്ച്, അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ 1/2 ഇഞ്ച് ആദ്യം മടക്കിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഒരു പീസ് ഇതിന് വെച്ച് കൊടുക്കുന്നത്, അതായത് താഴെയല്ല, ഇത് ഈ മുകളിൽ നമ്മുടെ ടോപ്പ് ഒരു ഫ്ലാപ്പ് പോലെ വരുന്ന രീതിയിൽ അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഒരു പച്ച കളർ പീസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ ആ 5 ഇഞ്ച് വീതിയുള്ള ആ സ്ട്രിപ്പ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം ഏകദേശം നമ്മൾ എടുക്കുക, ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി, അല്ലെങ്കിൽ കൃത്യമായിട്ട് അളക്കുക. നമ്മൾ ഇവിടുന്ന് മുതൽ അപ്പുറത്തറ്റം വരെ കൃത്യമായിട്ട് അളത്തിട്ട് അതിനേക്കാളും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു കഷ്ണം എടുത്തിട്ടാണുള്ളത്. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതായത് ചെറിയൊരു പീസ് മാത്രം താഴെ കാണുന്നത് ഇതിങ്ങനെ ഒരു ഫ്ലാപ്പായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടുന്ന് അങ്ങറ്റം വരെ അടയാളപ്പെടുത്തി കൊടുക്കണം ആദ്യം. ഇത്രയും വീതിക്ക് കാണണമെങ്കിൽ അപ്പം ഈ ഒരു പോയിന്റിൽ വേണം അടയാളപ്പെടുത്താൻ. ഒരുപാട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഈ ഒരു ചെറിയ പീസാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് ഈ അറ്റത്ത് നിന്നും ഇവിടെ മുതൽ 1.5 ഇഞ്ചിൽ നമുക്ക് അപ്പുറത്തെ ഒരു, അതായത് ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി ചുറ്റുമായി വന്ന് മറ്റേ ഭാഗത്തെത്തുന്ന വരെ 1.5 ഇഞ്ച് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. ആ പോയിന്റിൽ കൃത്യമായിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം 2 പീസുകളായിരുന്നു ഇത്, ഞാനിത് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വശങ്ങൾ അടുത്തടുത്ത് വരുന്ന രീതിയിലൊന്ന് മടക്കുക ഫസ്റ്റ്. എന്നിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടെടുക്കുമ്പോൾ ആ ഭാഗം നല്ല കംപ്ലീറ്റായി. അപ്പോൾ നേരെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് മടക്കി തയ്ക്കേണ്ട കാര്യമൊന്നും വരില്ല. ഞാനിപ്പോൾ ഇത് തയ്ച്ചു കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ടുണ്ട്. ഈ പീസ് നമുക്ക് നേരത്തെ നമ്മൾ 1.5 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി അവിടെ തുടക്കത്തിൽ വെച്ച് കൊടുക്കാം. ആ പോയിന്റിൽ കൃത്യം വെച്ച് കൊടുക്കുക. കുറച്ച് 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട്, അതായത് നമ്മൾ വരച്ച 1.5 ഇഞ്ച് എത്തിയ പോയിന്റിൽ ഇപ്പുറത്തോട്ട് 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ കൃത്യമായിട്ട് ആ വരയിൽ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പുറത്തെ അറ്റം വരെ. ഇപ്പുറത്തെ അറ്റത്തെത്തുമ്പോൾ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഇങ്ങനെ വരും. ഒരു പുതിയ മോഡലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇത് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യേണ്ട, സിമ്പിളായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഇതേ കളറിൽ കുറച്ച് ബട്ടൺസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ടൺസ് വെച്ചാൽ തട്ടിക്കൂട്ട് ബട്ടൺസാണ്. പഴയ ബട്ടൺസിന് ഇതിനെ തുണി ഇങ്ങനെ ചുറ്റിയെടുത്തത്, നമുക്ക് പോയി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പഴയ ബട്ടൺസ് ഞാൻ ഈ പീസ് മാത്രം ചുറ്റിയെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 6 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൃത്യമായ അകലത്തിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങി ഒരു 5 ഇഞ്ച് വ്യത്യാസത്തിലാണ് അപ്പോൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. ആ സ്ലിറ്റ് തുടങ്ങുന്നിടത്തം വരെ, താഴത്തെ സ്ലിറ്റ് തുടങ്ങുന്നിടത്തം വരെ. അപ്പോൾ ഇങ്ങനെ ചുറ്റിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൃത്യമായി തുന്നിക്കൊടുത്ത ഉള്ളിൽ ലാസ്റ്റ് നമ്മൾ അടിയിൽ കെട്ടിട്ട് കൊടുത്ത ഭാഗം അങ്ങനെ കാണുമൊന്നുമില്ല. നല്ല ചുറ്റുമായിട്ടൊന്ന് തുന്നിക്കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറൊക്കെയുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടാം. വെറും 110 രൂപ വരുന്നൊരു തുണി കൊണ്ട് നമുക്ക് ഇതുപോലെ അടിപൊളി ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക.
ഇനി ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്